എല്ലാ ദിവസങ്ങളിലും അവൻ സ്കൂളിൽ നിന്നും വന്നിരുന്നത് ഒരുപാട് ചിന്തകളുമായിട്ടായിരുന്നു. ആ കുഞ്ഞു മനസ്സ് നിറയെ ചിന്തകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്നും നേരെ വന്ന ഉടനെ അവൻ തന്റെ ബാഗ് ഉപേക്ഷിച്ച് ഒരു കുളിയും പാസാക്കി കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് തന്റെ ചന്തം പരിശോധിക്കാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും അവന്റെ അമ്മ സ്ഥിരമായി നൽകാറുള്ള ഒരു ഗ്ലാസ് പാലും ബിസ്ക്കറ്റുകളും കഴിക്കുമ്പോൾ മുത്തശ്ശിയോട് ടിവിയുടെ വോളിയം കുറയ്ക്കാനും അവൻ പറയാൻ പറഞ്ഞില്ല. എന്താ മുത്തശ്ശി ഇത്, അതിന്റെ ശബ്ദം ഒന്ന് കുറയ്ക്കൂ. ശേഷം അവൻ പുറത്തിറങ്ങി ആരെയോ കാത്തു നിൽക്കാൻ ആരംഭിച്ചു. വാച്ചിൽ നോക്കി ധൃതി പിടിച്ചു നിൽക്കുന്ന അവന്റെ മുഖം ആ കാഴ്ച കണ്ട് തെളിഞ്ഞു. അവന്റെ പ്രിയപ്പെട്ടവരായ കിങ്ങിണിയാളും അതിന്റെ ഉടമസ്ഥ രതിച്ചേച്ചിയും അതാ വരുന്നു. സന്തോഷത്തോടെ അവൻ അവർക്കൊപ്പം നടന്നു. പുഴയുടെ തീരത്ത് ചെന്ന ശേഷം അവൻ കിങ്ങിണിയുമായി ചേർന്ന് അവന്റെ പതിവ് കളികൾ ആരംഭിച്ചു. ഇതെല്ലാം നോക്കിക്കൊണ്ട് സന്തോഷവതിയായി മരച്ചുവട്ടിലിരുന്നുകൊണ്ട് രതിച്ചേച്ചി തന്റെ കയ്യിലെ ഓലക്കാല് വെച്ച് ഒരു കിളിയെ ഉണ്ടാക്കുവാൻ ആരംഭിച്ചു. അവിടേക്ക് ഓടിക്കിതച്ചു വന്ന അവന് അവരാ കിളിയെ സമ്മാനിച്ചു. സന്തോഷം കൊണ്ട് അവന്റെ മുഖം തുടുത്തു. പക്ഷേ അതിന് അധികം ആയുസ്സില്ലായിരുന്നു. കാശി, നാളെ നമ്മുടെ കിങ്ങിണി ഞാൻ നിൽക്കുകയാണ്, ഇന്നുകൂടിയേ അവൾ നമുക്കൊപ്പമുള്ളൂ. ഇത് കേൾക്കുമ്പോൾ രജിച്ചേച്ചിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഒരു ഇടിത്തീ പോലെയാണ് അവനത് കേട്ടത്. അവന്റെ പിഞ്ചു മനസ്സിന് അത് താങ്ങുവാൻ കഴിയുമായിരുന്നില്ല. കണ്ണു നിറഞ്ഞ് അവൻ കിങ്ങിണിയെ നോക്കി നിന്നു. രാത്രി ഏറെ വൈകിട്ടും അവൻ ഉറക്കം വരാതെ തന്റെ ചിത്രരചന തുടർന്നുകൊണ്ടേയിരുന്നു. കുഞ്ഞു മനസ്സിലെ അവന്റെ ചിന്തകളായിരുന്നു അവൻ പേപ്പറിൽ കോറി വരച്ചിട്ടത്. രാത്രിയുടെ ഏതോ യാമത്തിൽ അവൻ കരഞ്ഞു തളർന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു. കണ്ണു നിറഞ്ഞു കിടന്നുറങ്ങുമ്പോഴും അവൻ വരച്ച ആ ചിത്രം അവനെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു.